നമ്മൾ ഇന്ന് സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് സെമ്മിൽ ഞാൻ എടുക്കുന്ന പേപ്പറിൻ്റെ പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഫോർ ബിസിനസ് ഡിസിഷൻസ് എന്നുള്ളത്, അഥവാ QT എന്ന് പറയും. അതിൽ 5 മൊഡ്യൂൾസാണ് ഉള്ളത്. അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. 5 മൊഡ്യൂൾസ്. ഫസ്റ്റ് മൊഡ്യൂള് കോറിലേഷൻ, സെക്കൻഡ് മൊഡ്യൂള് റിഗ്രഷൻ അനാലിസിസ്, പിന്നെ ടൈം സീരീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് പ്രോബബിലിറ്റി. അതിൽ 3 മൊഡ്യൂളാണ് ഞാൻ എടുക്കുന്നത്, കോറിലേഷനും റിഗ്രഷനും അതുപോലെ പ്രോബബിലിറ്റിയും. അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 1, അതായത് മൊഡ്യൂൾ 1 ആയിട്ടുള്ള കോറിലേഷനാണ്. അപ്പം കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡെഫിനിഷൻ ആദ്യം നോക്കാം. 2 വേരിയബിൾസ് ആർ സെഡ് ടു ബി കോറിലേറ്റഡ് if the change in one variable result in a corresponding change in the other variable. അതായത് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വേരിയബിൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സും വൈ ആണ് വേരിയബിൾ എങ്കിൽ 2 വേരിയബിൾ, ആ 2 വേരിയബിളിലെ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വേരിയബിളും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോറിലേഷൻ എന്ന് പറയാം. ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വേരിയബിളും ചേഞ്ച് ചെയ്യുന്നത്. അതായത് 2 വേരിയബിൾ ആർ സെഡ് ടു ബി കോറിലേറ്റഡ് ഇഫ് ദ ചേഞ്ചിങ് വൺ വേരിയബിൾ റിസൾട്ട് ഇൻ ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. ഒരു വേരിയബിളിന് ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റേ വേരിയബിളും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ വൈയും ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വൈ ചേഞ്ച് ചെയ്യുമ്പോൾ എക്സും ചേഞ്ച് ചെയ്യുക, അതിനെയാണ് കോറിലേഷൻ എന്ന് പറയാം. അപ്പം കോറിലേഷന് വേറൊരു ഡെഫിനേഷനാണ്. Correlation is defined as the tendency of 2 or more groups or series of items to vary together directly or inversely. സെയിം മീനിങ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്ത് ചെയ്യുക, ഒന്നിക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വേരിയബിൾ ഡിക്രീസ് ചെയ്യുക, ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വേരിയബിൾ ഡിക്രീസ് ചെയ്യുക, ആ രീതിയിൽ പോകുന്നതിനാണ് കോറിലേഷൻ എന്ന് പറയാം. ഇനി കോറിലേഷന് കുറേ ആൾക്കാർ വേറെ വേറെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഡെഫിനേഷനാണ് AM ടട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ടട്ടിലിൻ്റെ ഡെഫിനേഷനാണ് കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അതായത് 2 or more വേരിയബിൾസിൻ്റെ അസോസിയേഷനാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പം കോറിലേഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, when the price of the commodity rises, the supply for that commodity also rises. On the other hand, if price falls, supply also falls. So both variables move together or they move in sympathy. Hence price and supply are correlated. അതായത് പ്രൈസ്, കമ്മോഡിറ്റിയിലെ പ്രൈസ് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സപ്ലൈയും റൈസ് ചെയ്യുന്നു. പ്രൈസ് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ റൈസ് ചെയ്യുന്നു. അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേതും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈയും ഫോളോ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ പോകുന്നതിനെയാണ് എന്താ പറയുക, കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിനെയും സപ്ലൈനെയും കോറിലേറ്റർ എന്ന് പറയാൻ പറ്റും. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ സപ്ലൈ റൈസ് ചെയ്യുന്നു, അതുപോലെ പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു. ആ ഒരു രീതിയിൽ പോകുന്നതിനെയാണ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൈസും സപ്ലൈയും കോറിലേറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ. First one, positive and negative correlation. Second one, linear and non-linear correlation. Third one, simple, multiple and partial correlation. 3 തരത്തിലാണ് കോറിലേഷൻ ഉള്ളത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, തേർഡ് വൺ സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. അതിൽ ഫസ്റ്റ് വൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. Correlation can be either positive or negative. When the values of 2 variables move in the same direction, correlation is said to be positive. അതായത് കോറിലേഷൻ ഒന്നിക്ക് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വാക്കിലുള്ള പോലെ തന്നെ, അതായത് വാല്യൂ ഓഫ് 1 വേരിയബിൾ മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. വാല്യൂസ് ഓഫ് ദ 2 വേരിയബിൾസ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു. ഒരേ ഡയറക്ഷനിൽ തന്നെ 2 വേരിയബിളും വേരി ചെയ്യുന്നതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റേതും ഡിക്രീസ് ചെയ്യണം. അതായത് ഒരേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കോറിലേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് 1 വേരിയബിൾ റിസൾട്ട് ഇൻ ടു ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മറ്റേ വേരിയബിളും ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഡിഗ്രീസ് ചെയ്യുന്നതിനുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിഗ്രീസ് ചെയ്യുന്നു. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞു പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ എക്സും വൈ ആണ് വേരിയബിൾസ് എങ്കിൽ എക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ എക്സ് ഡിഗ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വൈയും ഡിഗ്രീസ് ചെയ്യുന്നു. അതായത് ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ പോകുന്നു, ഡിഗ്രീസ് ആണെങ്കിൽ ഡിഗ്രീസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ പോകുന്നു. അതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നേരെ തിരിച്ച്. അതായത് ഇപ്പം ഒരു വേരിയബിൾ, രണ്ട് വേരിയബിൾ നമ്മൾ എക്സും വൈയും എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എന്ത് ചെയ്യുന്നു, ഡിഗ്രീസ് ചെയ്യുന്നു. അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് നേരെ ഓപ്പോസിറ്റിലേക്ക് വരുന്നു, ഡിഗ്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒന്ന് ഡിഗ്രീസ് ചെയ്യുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ പോകുന്നതിനാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അതായത് ദ വാല്യൂ ഓഫ് ടു വേരിയബിൾസ് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിന് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. സോ ദാറ്റ് ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ റിസൾട്ട് ഇൻ ടു എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ or the decrease in the value of one variable result into an increase in the value of other variable, the correlation is said to be negative. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. അതിനെയാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. പോസിറ്റീവ് ആണെങ്കിൽ ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്നു, നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. അപ്പം പ്രൈസിന്റെയും സപ്ലൈന്റെയും രണ്ട് രീതിയിൽ പോസിറ്റീവ് കോറിലേറ്ററും നെഗറ്റീവ് കോറിലേറ്ററും ആണ്. അത് പോസിറ്റീവ് കോറിലേറ്റർ ആവുന്നത് പ്രൈസ് ആൻഡ് സപ്ലൈ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ബിക്കോസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ഓൾസോ ഇൻക്രീസസ് ആൻഡ് വെൻ ദ പ്രൈസ് കംസ് ഡൗൺ സപ്ലൈ ഫോൾസ്. അതായത് ഇപ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് കോറിലേറ്ററിലും പ്രൈസും സപ്ലൈയും വരുന്നുണ്ട്. അതാണ് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസും സപ്ലൈയും പോസിറ്റീവ്ലി കോറിലേറ്ററും. അതുപോലെ നെഗറ്റീവ്ലി കോറിലേറ്ററിന്റെ എക്സാമ്പിൾ ആണ് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് സെറ്റ് ടു ബി ഇൻവേഴ്സ് ഓർ നെഗറ്റീവ് ബിക്കോസ് വിത്ത് ദ ഫോൾ ഇൻ പ്രൈസ് ഡിമാൻഡ് ഗോസ് അപ്പ്. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്തെങ്കിലും കൂടും. ആൻഡ് വിത്ത് ദ റൈസ് ഇൻ പ്രൈസ് ഡിമാൻഡ് കംസ് ഡൗൺ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. അപ്പം അത് നെഗറ്റീവില് കോറിലേറ്റഡ് ആണ്. അപ്പം പ്രൈസും ഡിമാൻഡും എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രൈസും ഡിമാൻഡും എന്ന് പറയുന്നത് നെഗറ്റീവ് കോറിലേഷനും അതുപോലെ പ്രൈസും സപ്ലൈ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി കോറിലേറ്റഡും ആണ്. ഇനി വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ 4 ടേബിൾ വരച്ചിട്ടുണ്ട്. അതിൽ എക്സ് വൈ രണ്ട് വേരിയബിളിന്റെ ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതായത് 30, 35, 42, 60, 65 അങ്ങനെ ഇൻക്രീസ് ചെയ്യാണ് പോകുന്നത്. വൈ വാല്യൂസ് അപ്പം 50, 20, 22, 27, 30 അതും ഇൻക്രീസ് ചെയ്യാണ്. അതായത് എക്സും വൈയും ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈയും കൂടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ഇനി എക്സാമ്പിൾ 2 നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ എക്സ് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. 20, 15, 10, 8, 7. വൈ ആണെങ്കിൽ അതും ഡിക്രീസ് ചെയ്യാണ്. 13, 29, 20, 15, 10 അങ്ങനെ ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേതും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതും ഒരേ ഡയറക്ഷനിലാണ്. ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു, ഇത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു. ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ എക്സാമ്പിൾ 2 എന്ന് പറയുന്നതും എന്താണ്, പോസിറ്റീവ്ലി കോറിലേറ്റഡിന്റെ എക്സാമ്പിൾ ആണ്. ഇനി എക്സാമ്പിൾ 3ലേക്ക് നോക്കുകയാണെങ്കിൽ എക്സിൽ 30, 35, 40, 42, 45 ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷെ വൈയിലാണെങ്കിൽ 30, 25, 20, 18, 10 അതായത് ഡിക്രീസ് ചെയ്യുന്നു. എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, ഒന്ന് ഡിക്രീസ് ചെയ്യുന്നു. ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് ഡിക്രീസ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിൾ 3 എന്ന് പറയുന്നത് നെഗറ്റീവ്ലി കോറിലേറ്റഡിന് എക്സാമ്പിൾ ആണ്. ഇനി എക്സാമ്പിൾ 4 നോക്കുകയാണെങ്കിലും ഇവിടെ എക്സ് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പം വൈ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റത് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് എക്സാമ്പിൾ 4ഉം നെഗറ്റീവ്ലി കോറിലേറ്റഡിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എക്സാമ്പിൾ 1ഉം 2ഉം പോസിറ്റീവ്ലി കോറിലേറ്ററും എക്സാമ്പിൾ 3ഉം 4ഉം നെഗറ്റീവ്ലി കോറിലേറ്റഡിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മളപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പ് പഠിച്ചു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. കോറിലേഷൻ മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ വെൻ ദ എമൗണ്ട് ഓഫ് change in one variable leads to a constant ratio of change in the other variable. Correlation is said to be linear. അതായത് ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിളിന്റെ ചേഞ്ച് മറ്റേ വേരിയബിളിന്റെ ചേഞ്ച് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് ബാധിക്കുന്നതെങ്കിൽ, ഒരു വേരിയബിളിന്റെ ചേഞ്ച് മറ്റേ വേരിയബിളിന് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു വേരിയബിൾ കൂടുന്നു, ഇപ്പൊ എക്സ് കൂടുന്നു, വൈ എന്ന് പറയുന്നത് എക്സ് ഇപ്പം 10 ആണെങ്കിൽ വൈ 20, എക്സ് 20 അടുത്തത് വൈ അടുത്ത അതിന്റെ അതേ റേഷ്യോയിൽ. അപ്പം എക്സ് കൂടിയത് 5ഉം 10ഉം ആണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം,
ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ 5, 10, 15, 20, 25. വൈ എന്ന് പറയുന്നത് 10, 20, 30, 40, 50. അതായത് എക്സ് 5 ആകുമ്പോൾ വൈ 10 ആവുന്നു. ഇവിടെ എക്സ് 10 ആകുമ്പോൾ വൈ 20 ആവുന്നു. 15 ആകുമ്പോൾ 30 ആവുന്നു. 20 ആകുമ്പോൾ 40 ആവുന്നു. 25 ആകുമ്പോൾ 50 ആവുന്നു. അതായത് ഇതിൻ്റെ നേരെ ഇരട്ടിയാണ്. അതായത് 1:2 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് ഉള്ളത്. എല്ലാ റേഷ്യോ അങ്ങനെ തന്നെ പോകുന്നത്. 1:2 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ്. അതായത് റേഷ്യോ സെയിം ആണ്. ഒരേ റേഷ്യോയിലാണ് എക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈയും അതിനനുസരിച്ച് തന്നെ ഒരേ റേഷ്യോയിലാണ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുക. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ദ പ്രൈസ് ഗോസ് അപ്പ് ബൈ 10%, ഇറ്റ് ലീഡ്സ് ടു എ റൈസ് ഇൻ സപ്ലൈ ബൈ 15%. അതായത് പ്രൈസ് 10% ലീഡ് ചെയ്യുമ്പോൾ സപ്ലൈ 15% ഒരേ റേഞ്ചിൽ തന്നെ ലീഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഓരോ ടൈമിലും എല്ലാ ടൈമിലും ഒരേ ഇതിൽ തന്നെയാണത് എന്ത് ചെയ്യുന്നത്, സപ്ലൈയും കൂടുന്നത് 15% തന്നെയാണ് എല്ലാ ടൈമിലും കൂടുന്നത്. അങ്ങനെയുള്ളതിനെയാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ഇനി നേരെ ഇപ്പം ഒരു ടൈമിൽ 10% കൂടി, അടുത്ത ടൈമിൽ 15%, പിന്നെ 16, അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടാണ് പോകുന്നതെങ്കിൽ അതിന് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ഇനി കോറിലേഷനിൽ ലീനിയർ കോറിലേഷൻ ആണെങ്കിൽ ഒരേ രീതിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ തന്നെ ഈ ഒരു എക്സാമ്പിളിൽ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ് ആക്സും വൈ ആക്സും വെച്ചിട്ട് വരക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് വെൻ ദർ ഇസ് എ ലീനിയർ കോറിലേഷൻ ദ പോയിന്റ് പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ലീനിയർ കോറിലേഷൻ പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എപ്പോഴും അതിന്റെ ഗ്രാഫ് കിട്ടുക. അതായത് ഒരേ റേഞ്ചിലാണ് അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും പോകുന്നത്. ഒരേ റേഞ്ചിൽ എല്ലാ ടൈമിലും ഒരേ റേഞ്ചിലാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ 10% ആണ് ഒരു റേഞ്ചിൽ കൂടിയെങ്കിൽ അടുത്ത 10% അടുത്ത റേഞ്ചിലും അതേ 10% തന്നെയാണ് കൂടുന്നത്. അതേ പിന്നെ അടുത്തതിലാണെങ്കിൽ 10% തന്നെയാണ് കൂടുന്നത്. ഒരേ റേഞ്ചിലാണ് അതിന്റെ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് സംഭവിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിന്റെ ഗ്രാഫ് ഉണ്ടാവുക. ഇത് നിങ്ങൾ ഗ്രാഫായിട്ട് വരച്ചു നോക്കിയാൽ മതി, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പം അങ്ങനെയുള്ളതിനാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നോൺ ലീനിയർ, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഒരേ റേഞ്ചിലല്ല കൂടുന്നത്. അപ്പം കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി നോൺ ലീനിയർ. നോൺ ലീനിയറിന് വേറൊരു പേരാണ് കർവി ലീനിയർ എന്ന് പറയുന്നത്. വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഈസ് നോട്ട് ഇൻ കോൺസ്റ്റന്റ് റേഷ്യോ ടു ദ ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. അതായത് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലല്ല അതിന്റെ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ കൂടിയ അതേ റേഞ്ച് ആയിരിക്കില്ല മറ്റേ സ്റ്റേജിൽ കൂടുക, പിന്നെ അടുത്ത സ്റ്റേജിൽ അതേ റേഞ്ച് ആയിരിക്കില്ല. ഒരു സ്റ്റേജിൽ ഇപ്പം 5% കൂടുതെങ്കിൽ അടുത്ത സ്റ്റേജിൽ ചിലപ്പോൾ 6% കൂടുക. അങ്ങനെ ഓരോ റേഞ്ചിലും മാറ്റം സംഭവിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആ റേഷ്യോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തായിരിക്കില്ല, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല. നെക്സ്റ്റ് മൂന്നാമത്തെയാണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇഫ് ദർ ആർ ഓൺലി 2 വേരിയബിൾസ് ദെൻ ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി സിമ്പിൾ. അതായത് സിമ്പിൾ എന്ന് പറയണമെങ്കിൽ 2 വേരിയബിൾ മാത്രമേ ഉള്ളൂവെങ്കിൽ, ഓൺലി 2 വേരിയബിൾസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെയാണ് സിമ്പിൾ എന്ന് പറയാം. എക്സാമ്പിൾ കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഇവിടെ 2 എണ്ണം മാത്രമേ ഉള്ളൂ, പ്രൈസും ഡിമാൻഡും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനാണ് സിമ്പിൾ എന്ന് പറയാം. ഇനി പാർഷ്യൽ എന്ന് പറയണമെങ്കിൽ 2ൽ കൂടുതൽ, പാർഷ്യൽ അല്ലെങ്കിൽ അതുപോലെ മൾട്ടിപ്പിൾ കോറിലേഷൻ. 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും സിമ്പിൾ ആയിരിക്കില്ല. 2 മാത്രം, 2 വേരിയബിൾ മാത്രം ഉള്ളതിനാണ് സിമ്പിൾ എന്ന് പറയാം. അപ്പോൾ 2ൽ കൂടുതലാണെങ്കിൽ അത് പാർഷ്യൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ ആവാം. അപ്പം അതിൽ തന്നെ when one variable related to number of others, the correlation is not simple, then the study of relationship between variable is done with the help of partial or multiple correlation. എന്താണ് നമ്മൾ പറഞ്ഞത്, 2ൽ കൂടുതലാണെങ്കിൽ എന്തല്ല, അത് സിമ്പിൾ അല്ല, എന്തായിരിക്കും, പാർഷ്യൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ ആയിരിക്കും. ഇനി അതിൽ തന്നെ പാർഷ്യൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ 2ൽ കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇൻ ദ സ്റ്റഡി ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ വി മെഷർ ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വൺ വേരിയബിൾ ഓൺ വൺ സൈഡ് ആൻഡ് ഓൾ അതർ വേരിയബിൾസ് ടുഗദർ ഓൺ ദ അതർ സൈഡ്. അതായത് ഇപ്പോൾ 2ൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ ഒരു വേരിയബിളും ബാക്കി എല്ലാ വേരിയബിളും മറ്റേ സൈഡിലും, അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈൽഡ് വിത്ത് ബോത്ത് റെയിൻഫാൾ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഈൽഡ് ഒരു സൈഡിൽ ഉണ്ടാവും, അതുപോലെ റെയിൻഫോളും ടെമ്പറേച്ചർ. അതായത് റെയിൻഫോളും ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈൽഡ് കൂടും അല്ലെങ്കിൽ കുറയും. ആ ഒരു രീതിയിൽ പോകുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ അതായത് ഈ ഈൽഡിനെ എന്തൊക്കെ, ഈൽഡിനെ റെയിൻഫോളും ടെമ്പറേച്ചറും ബാധിക്കുന്നുണ്ട്, 2 എണ്ണം ബാധിക്കുന്നുണ്ട്. ഈൽഡ് ഒരു സൈഡിലാണ്, ടെമ്പറേച്ചർ റെയിൻഫാളും മറ്റേ സൈഡിലാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിനെ ബാധിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ളതിനാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ 2ൽ കൂടുതൽ എന്തുണ്ട്, വേരിയബിൾ ഉണ്ട്, റെയിനും ഉണ്ട്, റെയിൻഫോൾ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ഈൽഡ് ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഇനി ഇൻ പാർഷ്യൽ കോറിലേഷൻ വി സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ഓഫ് വൺ വേരിയബിൾ വിത്ത് വൺ ഓഫ് ദ അതർ വേരിയബിൾസ് പ്രസ്യൂമിങ് ദാറ്റ് ദ അതർ വേരിയബിൾസ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഇതിൽ 2ൽ കൂടുതൽ വേരിയബിൾ ഉണ്ടാവും, പക്ഷെ ഒരു വേരിയബിൾ, ഇപ്പം 3 വേരിയബിൾ എടുക്കുന്നെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ
ബാക്കിയുള്ള ഒരു വേരിയബിൾ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട്, അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ആ ഒരു രീതിയിൽ വരുന്നതിനാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് ദർ ബി 3 വേരിയബിൾസ് ഈൽഡ്, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ. നേരത്തെ എടുത്ത് അതേ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഈച്ച് ഈസ് റിലേറ്റഡ് വിത്ത് അതേഴ്സ്. അതായത് റെയിൻഫോൾ ഈൽഡിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, ഈൽഡ് റെയിൻഫോളിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ റെയിൻഫോളും ടെമ്പറേച്ചറും റിലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താ, നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു, ടെമ്പറേച്ചറിന് അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹീൽഡും റെയിൻഫാളിനുള്ള ചേഞ്ച്. ആ ഒരു രീതിയിൽ പോകുന്നതിനാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് കോറിലേഷനിൽ ഇന്ന് പഠിക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും നോട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.